അന്തിയുണ്ടോ പുലരിയുണ്ടോ. ഇത് ബീഫ് ഇടിച്ചുണങ്ങി വറുത്ത ഇടിയിറച്ചി. ഇടിയിറച്ചി വെയിലത്തിട്ട് നല്ലതായിട്ട് ഉണങ്ങി പുകച്ചുണങ്ങിയതോ. കൂന്തൽ റോസ്റ്റ് കണ്ടോ. ഇതാ സബോള എടുക്കണം. സബോള എടുത്ത് നേരെ ഇതിനകത്തോട്ട് വെക്കുക. കണ്ടോ, നേരെ ഉണ്ടല്ലോ നമ്മളെ ഇങ്ങനെ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാടുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം, സ്നേഹം, സന്തോഷം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പിറവത്തുള്ള അണ്ടിച്ചിറ ഷാപ്പിൻ്റെ വാതിക്കലാണ്. അപ്പോൾ ഈ പിറവം അണ്ടിച്ചിറ ഷാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 കെട്ടിടമാണ്. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടം ഫാമിലീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് അവിടെയാണ് നമുക്ക് ഫുഡും കഴിക്കാം, അല്പം കള്ളും കുടിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു കെട്ടിടമാണത്. അപ്പോൾ അങ്ങനെ 2 കെട്ടിടമുള്ള ഒരു ഷാപ്പാണ് നമ്മുടെ പിറവത്തുള്ള അണ്ടിച്ചിറ ഷാപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള വിശേഷങ്ങൾ എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. വാ. ഹായ്, ഇത് രാജേഷ് ചേട്ടൻ. ഇത് നമ്മുടെ ഈ ഷാപ്പിൻ്റെ ഓണറാണ്. പിറവം അണ്ടിച്ചിറ ഷാപ്പിൻ്റെ ഓണറാണ് രാജേഷേട്ടൻ. രാജേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയൊക്കെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. എന്താണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങൾ, കറിയുടെ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഷാപ്പിന്റെ കാര്യങ്ങൾ, നമ്മൾ ഏകദേശം ഒരു 100 വർഷത്തിനടുത്ത് ഒരു പഴക്കമുള്ള ഷാപ്പാണ്. അടിപൊളി. പിറവം റേഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ പനങ്കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന, അതുപോലെ തെങ്ങിൻകള്ളും ശുദ്ധമായ മധുരക്കള്ളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷാപ്പാണ് അണ്ടിച്ചിറ ഷാപ്പ്. അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും, കറിയുടെ കാര്യത്തിൽ എല്ലാ വിഭവങ്ങളും ഇപ്പോൾ പുതിയ ന്യൂജൻ കുട്ടികളടക്കം പഴയ ആൾക്കാരടക്കം എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കറികളുടെ കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. കിച്ചണിലേക്ക് പോകാം. നമ്മുടെ കിച്ചന്റെ ഷെഫ് മെയിൻ ആളാണ് ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടന്റെ കറികളാണ് നമ്മുടെ അണ്ടിച്ചിറ ഷാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കി അടുക്കളയുടെ കാര്യങ്ങളെല്ലാം ബാബുച്ചേട്ടൻ വിശദീകരിച്ച് കറികളുടെ കാര്യങ്ങളെല്ലാം. 18 വർഷമല്ലേ? നാടും ഇവിടെ തന്നെ. അത് ശരിയാ, ചുമ്മാ അല്ല 18 വർഷമായിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നത്. അടിപൊളി. അത് കാരണത്തിൽ ഈ 18 വർഷമായിട്ടും ആൾക്കാർ ആ ബാബുച്ചേട്ടൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ രുചികരമായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഷാപ്പിന് ഇത്രയും പേര് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ബീഫ് റോസ്റ്റ് ഉണ്ട്, കൂന്തൽ, കാട, ഞണ്ട്, ചെമ്മീൻ, കരിമീൻ, കോഴി, താറാവ്, മുയല്, ഇടിയിറച്ചി, പിന്നെ കപ്പ, പിടി, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ഐറ്റംസ് ഉണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മൾ കിച്ചൺ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ചെറുതാ, അപ്പോൾ ഭക്ഷണത്തിനൊക്കെ വളരെ ക്ഷാമമായിരിക്കുന്നു. പക്ഷേ കിച്ചൺ ചെറുതാണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഏറ്റവും രുചികരവും ഏറ്റവും കൂടുതലും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ അന്നേരപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓർഡർ അനുസരിച്ച് ആ ഫ്രഷായിട്ട് മാത്രമാണ് സാധനം എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടായിട്ട് തന്നെ അല്ലേ, നല്ല ചൂടായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ആ സാധനങ്ങൾ കൊടുക്കാനാണ് ഇവിടെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെയാണെന്നൊന്ന് കണ്ടാലോ? ഓക്കെ. ഇത് ബീഫ് ഇടിച്ചുണങ്ങി വറുത്ത ഇടിയിറച്ചി വെയിലത്തിട്ട് നല്ലതായിട്ട് ഉണങ്ങി പുകച്ചുണങ്ങിയതോ? അതാണ് ചെറിയ അല്ലേ, ആ പുകയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിപ്പോ എത്ര കിലോ ആണ്? ഇതിപ്പോ ഒരു 700 ഗ്രാം ഉണങ്ങിയതുണ്ട്. ഇതിപ്പോ 700 ഗ്രാമോളം ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ഒരു 4-4.5 കിലോ ഇറച്ചി ഉണങ്ങിയാലേ 1 കിലോയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത്. 1 കിലോ. പക്ഷേ ഇതുകൊണ്ടുണ്ടാക്കുന്ന വിഭവത്തിന് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഈ മധ്യ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇടിയിറച്ചി കൊണ്ടുള്ള കറി. അടിപൊളി കറിയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാം. നമുക്ക് ബാബുച്ചേട്ടൻ ഇത് ലൈവായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നമുക്കത് കണ്ടിട്ട് അത് രുചിച്ച് നോക്കിയിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പറയാം. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത്, കാരണം വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സാധനം ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്? ഞണ്ട്, കൂന്തൽ, കാട,
ഇടിയിറച്ചി, മുയല്, താറാവ്, കോഴി. ഓ ഈ പിന്നെ വരാല് കരിമീൻ അങ്ങനെ കരിമീൻ ഉണ്ടോ? എല്ലാം അതുമുണ്ട്. വരാലുണ്ട്, കരിമീൻ കരിമീനുണ്ട്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. വന്ന് ഓർഡർ തരുന്നു, നേരെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയാണല്ലേ? ഇത് 2 ഐറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് കൂടുതലും നല്ല ഇടിയിറച്ചി കൂടെ അലിയും കൂടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരികയാണ്. നല്ല ഇടിയിറച്ചി നമുക്ക് കൂടുതൽ റോസ്റ്റ് അടിപൊളി ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം കണ്ടുപിടിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സ്ഥലം റെഡിയാക്കിയിട്ടിരിക്കുന്നത്. വന്നിരിക്കുന്നു നമ്മുടെ ആസ്ഥാന ഗായകൻ. ഇപ്പൊ ഞങ്ങളുടെ കാര്യം അങ്ങോട്ട് തുടങ്ങാൻ പോവാ. അന്തിയുണ്ടോ പുലരിയുണ്ടോ, അന്തിപ്പുലരിയുണ്ടോ ഈ വഴിവാ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഭവങ്ങളെല്ലാം എത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലും കൂടുതലും വിഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി നമുക്ക് തരത്തുള്ളൂ. അപ്പം നമുക്ക് വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യമുള്ള ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള 1-2 വിഭവങ്ങൾ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം ഇവിടെ നമ്മളെ ഏറ്റവും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഈ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, മധ്യ കേരളത്തിൽ മാത്രം കിട്ടുന്നൊരു പ്രത്യേക ഐറ്റമാണ് നമ്മുടെ ഇടിയിറച്ചി. ബാബുച്ചേട്ടൻ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, സത്യത്തിൽ ഇത് എല്ലായിടത്തും കിട്ടുന്നല്ല കേട്ടോ. കുറച്ച് സാധനം ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം നമ്മുടെ സബോള എടുക്കണം. സബോള എടുത്ത് നേരെ ഇതിനകത്തോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് കാരണം ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ സത്യത്തിൽ ഇടിയിറച്ചി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഉഗ്ര ടേസ്റ്റാണ്. ഞാൻ സത്യമായിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇടിയിറച്ചി. നല്ല ഉഗ്ര ടേസ്റ്റാണ്. ഉഗ്രൻ ഐറ്റമാണിത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റമായി ഇത് മാറിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഐറ്റം വാങ്ങിക്കണം, കഴിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ടേസ്റ്റാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നത്. ആ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും പിന്നെ ആ മസാല കൂട്ടുക, അതാണ് ഇത്ര ടേസ്റ്റ് ഉണ്ടാകാൻ കാരണം കേട്ടോ. അത് ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. ഒന്നും പറയാൻ വാക്കുകളില്ല. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം നമ്മൾ ഇടിയിറച്ചി കഴിച്ചു. ഇനി നമുക്ക് കൂന്തൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലായിടത്തും കൂന്തൽ ഫ്രൈ കണ്ടു, പക്ഷെ കൂന്തൽ കറി വെച്ച് കണ്ടിരിക്കുന്നത്, അതായത് ഗ്രേവിയോടുകൂടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ വെച്ചിരിക്കുന്ന റോസ്റ്റാണ് കൂന്തൽ റോസ്റ്റ്. നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് നല്ല ഒന്നാന്തരം മുളകും മസാലയൊക്കെ ഇട്ട് നല്ല ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെല്ലാം കൂടെ ചേർന്ന് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നതാണ് കൂന്തൽ റോസ്റ്റ്. കണ്ടേക്കാം കണ്ടാ. അത്യാവശ്യം നല്ല എരിവ്. കാരണം എന്താ വെച്ചാൽ ഇതിന് ഇച്ചിരി എരിവ് കൂടുതലുള്ളതാണ്. മസാലയുടെ ഒരു പവർ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സ്വല്പം എരിവുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണ്. അതുകൊണ്ട് ഇച്ചിരി എരിവുണ്ട്, അതുകൊണ്ട് ഇതിന് ടേസ്റ്റുമാണ്. ഇതിനകത്ത് അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് സാധനം ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം കാട ഫ്രൈ. ഈ അണ്ടിച്ചിറ ഷാപ്പിലെ മെയിൻ സാധനമാണ് കാട ഫ്രൈ. കാട ഫ്രൈയും ഈ അപ്പവും
ഇച്ചിരി ഗ്രേവി ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? ഇതെടുത്ത് ഇത് നല്ല ബീഫിൻ്റെ ഗ്രേവിയാണ്. ബീഫിൻ്റെ ഗ്രേവി അടിപൊളി ഗ്രേവി. അത് ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്കിതിനകത്ത് ചെറിയൊരു പീസ് എടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു പീസ് എടുക്കുക. ഇങ്ങനെ എടുത്ത് വെക്കുക. അവിടോട്ട് ഇത് സബോളയുടെ ഒരു ചെറിയൊരു പീസ് എടുത്ത് വെക്കുക. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ അപ്പം ഒന്ന് മുറിച്ച് ഇതെല്ലാമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ പൊടി പിടിക്കുക. ഇത് കണ്ടണേ കേട്ടോ? എങ്ങനെ ഇത് ഇതിനകത്ത് ആ ഗ്രേവി എല്ലാം ഇവിടെ അപ്പത്തിലെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കണേ. അടിപൊളി ഗ്രേവി അപ്പോൾ പിന്നെ ഈ ഫ്രൈ ചെയ്ത അതിൻ്റെ കാല് മൂന്ന് വന്നപ്പം ലെവല് വേറെയാണ്. നല്ല കാടയൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് പിടിച്ച് ഇങ്ങോട്ട് അതിൻ്റെ മസാല ഉണ്ടോ? ഈ മസാല ആണ് ഈ കാട ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളിൽ വേറൊരു ഐറ്റമാണ് കാട ഫ്രൈ. അതിവിടെ ഈ നമ്മുടെ ഈ പനങ്കള്ളല്ല ഒറിജിനൽ പനങ്കള്ളല്ലേ? ഒറിജിനൽ ഇവിടെ ചെത്തുന്നതന്നെ. ഇവിടെ തന്നെ ചെത്തുന്നത്. ഇവിടെ തന്നെ ഈ ഷാപ്പിന്റെ ചുറ്റുപാടുള്ള പന ചിത്രമാണ്. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വന്നിരുന്ന് കൂടി ഇരിക്കുമ്പോഴത്തേനും കഴിക്കാൻ വേണ്ടി ഉഗ്രനായിട്ട് കുടിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം പനങ്ങളിലാണ് ഇപ്പോൾ എനിക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. കൊള്ളിക്കോട്ടെ അടിപൊളിയാണെന്ന് നമുക്കൊന്ന് കുടിച്ചു നോക്കാം അല്ലേ? ആഹാ. അപ്പം നമ്മൾ പിറവത്തുള്ള അണ്ടിച്ചിറ ഷാപ്പിലെത്തി. അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അവിടുത്തെ നല്ല ഒന്നാന്തരം ഫുഡ് കഴിച്ചു, രുചികരമായ ഭക്ഷണം കഴിച്ചു, അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അവിടുത്തെ നല്ല ഒന്നാന്തരം ട്രീറ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാ പ്രാവശ്യവും നിർത്തുന്നത് പോലെ ഒരു അടിച്ചുപൊളി പാട്ടോടുകൂടിയാണ് ഞങ്ങൾ നിർത്താൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ രാജേട്ടൻ വന്നിട്ടുണ്ട്, ബാബുചേട്ടൻ വന്നിട്ടുണ്ട്, പ്രദീപേട്ടൻ വന്നിട്ടുണ്ട്, പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? തോംസൺ ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടോടുകൂടി അത് നിർത്തിയേക്കാം. കാലങ്ങട്ടങ്ങാടി കളകളിക്കുമ്പോ കാലം ചെറുതാടേ പെണ്ണെ കള കളിച്ച് നടക്കണ കാലത്ത് ആര് ജാതിച്ചതടി. കാലങ്ങട്ടങ്ങാടി കളകളിക്കുമ്പോ കാലം ചെറുതാടേ പെണ്ണെ കള കളിച്ച് നടക്കണ കാലത്ത് ആര് ജാതിച്ചതടി. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.